സാധാരണയായിട്ട് കാണുന്ന വേറൊരു പ്രവണതയുണ്ട്. ഇപ്പോൾ രോഗികൾ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഡോക്ടറെടുത്ത് പറയും, ഡോക്ടറെ ഈ 5-6 മരുന്നുകളൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ഈ മരുന്നുകളുടെ എണ്ണം കുറച്ച് തരുമോ? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, അത് നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. കാരണം നമുക്കറിയാം ഈ രോഗികൾ ചിലപ്പോൾ വരുമ്പോഴത്തേക്ക് കൊളസ്ട്രോൾ നോക്കും, കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ BP കൂടുതലായിരിക്കും. അപ്പോൾ ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ നമ്മൾ കൊടുത്തിരിക്കുന്ന മരുന്നുകൾ 1, 2, 3 മരുന്നുകൾ സ്വയം അങ്ങ് നിർത്തലാക്കും. ഈ 2 പ്രവണതകളും പ്രമേഹ രോഗ ചികിത്സയിലെ ഈ വൻ പരാജയം എന്ന് വെച്ചാൽ വൻ പരാജയമാണ്. അത് 100 പേരെ ചികിത്സിക്കുമ്പോഴത്തേക്ക് 95 പേർക്ക് ചികിത്സ പരാജയപ്പെടുക എന്ന് പറയുന്ന മറ്റു ഒരു രോഗത്തിന് ഇങ്ങനെയില്ല. അപ്പോൾ അത് എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ സാധിക്കും? വീണ്ടും നമ്മൾ ഈ ചർച്ച എത്തിപ്പെടുന്നത് ബോധവൽക്കരണത്തിലോട്ട് തന്നെയാണ്. പക്ഷെ പ്രമേഹ രോഗി ചികിത്സ തുടരുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമുക്ക് ഒരു ഔഷധം കൊണ്ട് മാത്രമായി പ്രമേഹം ചികിത്സിച്ച് നിയന്ത്രിച്ച് നിർത്താൻ കഴിയില്ല. പ്രമേഹം എന്ന് പറയുന്ന ഒരു വൈഡ് സ്പെക്ട്രമാണ്. അതിൽ രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഘടകം മാത്രമാണ്. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനോടൊപ്പം നിയന്ത്രിച്ച് നിർത്തേണ്ട മറ്റ് ഘടകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്തത്തിലെ കൊഴുപ്പ് നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത്. രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കുകയാണെങ്കിലും ചില രോഗികളിൽ അത് നോർമൽ ആണെങ്കിൽ പോലും നമുക്ക് അതിനുള്ള ഔഷധങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അത് വൃക്കയ്ക്ക് സംരക്ഷണം നൽകാനും കൂടെ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഈ പറയുന്ന തുടർ ചികിത്സാ വേളയിൽ ഈ ഓരോ ഔഷധവും നിർബന്ധമായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് തുടരണമെന്നുള്ളത് വീണ്ടും 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 ഈ ടീം പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്കത് തുടരാൻ കഴിയുള്ളൂ. പിന്നെ ഇന്ന് സാറ് പറഞ്ഞതുപോലെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്ന അശാസ്ത്രീയമായ ചികിത്സാ രീതികൾ ഒരുപാടാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി നമ്മളൊരു ചികിത്സാ നിർദ്ദേശം നൽകുന്നിടത്ത് അത് ഒഴിവാക്കാനും എളുപ്പ വഴിയിൽ കൂടെ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു കുറുക്ക് വഴിയിൽ കൂടെ പെട്ടെന്ന് നിയന്ത്രണം സാധിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അശാസ്ത്രീയമായ ചികിത്സാ രീതികളിലേക്ക് പോകുന്ന അവസ്ഥയുമുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ശാസ്ത്രീയമായ ചികിത്സാ വിധികൾക്ക് പരസ്യമില്ല. അത് ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. അതായത് മരുന്ന് പരീക്ഷണങ്ങളിലൂടെ പരീക്ഷിച്ച് അതിൻ്റെ ഗുണവും അതിൻ്റെ പാർശ്വഫലങ്ങളും ഒക്കെ വ്യക്തമാക്കപ്പെട്ട മരുന്നുകൾക്ക് പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല. അതങ്ങനെയാണ്. അത് മോഡേൺ മെഡിസിൻ ഔഷധങ്ങൾക്ക് പരസ്യമില്ല. പരസ്യങ്ങളിൽ നമ്മൾ കാണുന്നത് മരുന്ന് പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകാത്ത ഇത് സോ കോൾഡ് ഔഷധങ്ങളാണ്. അത് ഔഷധങ്ങളാണോ നമുക്കറിയില്ല. പക്ഷേ ആ ഔഷധങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് അഥവാ ഗുണമുള്ള ഔഷധമാണ് എങ്കിൽ ഗുണമുള്ള ഏത് ഔഷധത്തിനും പാർശ്വഫലങ്ങൾ കാണും. ആ പാർശ്വഫലങ്ങൾ നമുക്കറിയില്ല. മറ്റ് ഔഷധങ്ങൾക്കൊപ്പം കൊടുക്കാവോ എന്നതും നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ടുമില്ല. അതുകൊണ്ട് ഇത് കാരണമുള്ള അപകടങ്ങളും വളരെ കൂടുതലാണ്. അതായത് വൃക്ക രോഗവും കരൾ രോഗങ്ങളും വരുന്നത് വളരെ കൂടുതലാണ്. നമുക്ക് ഈ പ്രമേഹ രോഗ ചികിത്സയിൽ നമ്മളിപ്പോൾ ഈ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ രോഗമാണല്ലോ പ്രമേഹം എന്ന് പറയുന്നത്. കാരണം പ്രമേഹം എന്ന് പറയുന്നത് അമിതമായ ആഹാരവും കൊഴുപ്പും അതുപോലെ തന്നെ നമുക്ക് വ്യായാമം ഇല്ലായ്മയും കൊണ്ട് വരുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. അപ്പോൾ ഒരു കുടുംബിനിക്കുള്ള ആ ഒരു റോൾ വളരെ കൂടുതലാണല്ലേ, ഒരു വീട്ടമ്മയ്ക്കുള്ള. എനിക്ക് തോന്നുന്നു മാനസിക സമ്മർദ്ദവും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണമെന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അതും കൂടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ മനസ്സ്, ഭക്ഷണം, എക്സസൈസ്, ഇതെല്ലാം ഒരുപക്ഷെ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതകളായിട്ട് നമുക്ക് കണക്കാക്കാം. ഒരു കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഈ പ്രമേഹം പ്രതിരോധിക്കുന്നതിന് വേണ്ടി? കാരണം ഗീതു ഒരു ഡയറ്റീഷ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ഒന്ന് സംയോജിച്ച് പറയണം. ഒരു രോഗിയെ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഭക്ഷണക്രമം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വീട്ടിലെ ഭക്ഷണ രീതി നല്ല രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു പരിധി വരെ എല്ലാവരും കരുതുന്നത് അവരുടെ വീട്ടിലെ ഭക്ഷണം ഏറ്റവും നല്ല ഭക്ഷണമാണ്, ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണമാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെ നമുക്ക് പെട്ടെന്ന് തകർക്കാൻ കഴിയില്ല. അമിതവണ്ണമുള്ളവർ കരുതുന്നത് ആ വണ്ണം നോർമൽ എന്നാണ്. ഒരുപാട് കൂടുതൽ കൊഴുപ്പ് വീട്ടിൽ ഉപയോഗിക്കുന്നവർ കരുതുന്നത് അത് നോർമൽ എന്നാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് തിരുത്താൻ സാധിക്കും? അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു രോഗിയെടുത്ത് അല്ലെങ്കിൽ കൂടെ ഒരു കെയർ ടേക്കർ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ കുടുംബത്തിൽ ഇപ്പം ഭർത്താവിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ കൂടെ വരുന്നത് മിക്കവാറും ഭാര്യ തന്നെ ആയിരിക്കും.
അപ്പോൾ നമ്മൾ അവരോട് ഈ പ്രത്യേകിച്ച് ഡയറ്റിൻ്റെ കാര്യങ്ങൾ, ഭക്ഷണ ക്രമീകരണങ്ങൾ സംസാരിക്കുമ്പോൾ സാർ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഉത്തരം വരുന്നത്. എൻ്റെ വീട്ടിൽ വളരെ കുറവാണ് ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അത് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ നോർമൽ എന്ന് പറയുന്നത് നമ്മുടെ കൂടുതലായിരിക്കും, റെക്കമെൻഡേഷൻസിൽ നിന്നും കൂടുതൽ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ആദ്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു വലിയൊരു ടാസ്ക് തന്നെയാണ്. കാരണം നമുക്ക് വേണ്ട ഇഷ്ടപ്പെടില്ല അത് ശരി, കാരണം അവർ വർഷങ്ങളായി അനുവർത്തിച്ച് വരുന്ന ഒരു ഭക്ഷണ രീതി അതായിരിക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലൊരു ചേഞ്ച് പറയുമ്പോഴത്തേക്ക് അവർക്കത് ആദ്യം തന്നെ അത് മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പക്ഷെ നമ്മൾ കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയാമോ അങ്ങനെയുള്ള? ഇപ്പം എല്ലാവരും ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ പഞ്ചസാര അല്ലെങ്കിൽ മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കും. പക്ഷെ അതിനോട് കൂടെ വരുന്ന മറ്റു കൊഴുപ്പടങ്ങുന്ന ഭക്ഷണങ്ങൾ അവർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെയും തേങ്ങയുടെയും കണക്ക് എടുക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അനുവദിച്ച് തന്നതിൽ നിന്നും കൂടുതലാണ് അവർ ഉപയോഗിക്കുന്നത്. അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്, വീട്ടിൽ ഉപയോഗിക്കുന്ന എണ്ണയുടെയും തേങ്ങയുടെയും അളവ്. അപ്പോൾ അതിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ ആണ് നമുക്ക് ഈ പറഞ്ഞ പോലെ രോഗിയെ മനസ്സിലാവുന്നത് ഇത്രയും കൂടുതലാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്ന്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ മധുരം ഒഴിവാക്കി ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മധുരത്തിൽ നിന്ന് മാത്രമല്ല ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഊർജം, പ്രോട്ടീൻ എല്ലാം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക. ഒരാൾക്ക് വേണ്ട അളവ് ഇത്രയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു കുറച്ചും കൂടി നല്ല രീതിയിൽ ചികിത്സയിൽ അത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ ഒരു വീട്ടിലെ ഒരു കെയർ ടേക്കറിൻ്റെ ഒരു റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മരുന്ന് കഴിക്കുന്നത്, ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ തന്നെ ഒരു പ്രമേഹ വിദ്യാഭ്യാസം പറയുന്ന ആ ഒരു കാര്യങ്ങളിൽ തന്നെ ഇപ്പം മരുന്ന് കഴിക്കുന്ന സമയം അതെല്ലാം ചിലപ്പോൾ ഒരുപക്ഷെ രോഗി മറന്നു പോയേക്കാം. അപ്പോൾ അത് കൃത്യസമയങ്ങളിൽ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പ്രത്യേകിച്ച് ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ എടുക്കുമ്പോൾ അത് ഭക്ഷണത്തിന് കൃത്യസമയത്ത് മുന്നേ ആണോ എടുക്കുന്നത്, അതിന് ശേഷം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങി അവർക്ക് വേണ്ട ഈ പറഞ്ഞ ഫോളോ അപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ചിലപ്പോൾ സ്ത്രീകൾക്ക് വന്നെന്നിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, എനിക്ക് തോന്നുന്നു സാറ് ചോദിച്ച ചോദ്യത്തിൽ വീണ്ടും ഒരു ആസ്പെക്റ്റ് കിടക്കുന്നത് ഇന്നത്തെ വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ വർക്കിംഗ് വുമണും കൂടെയാണ്. അപ്പോൾ അവിടെ വീണ്ടും അവരവരുടെ ആരോഗ്യം നോക്കാതെ അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളെ പറ്റി കെയർ ചെയ്യാതെയാണ് ഈ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിനെ ടേക്കൺ കെയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അതും കൂടെ സാർ ഉദ്ദേശിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ? സ്ത്രീകൾ അവരുടെ ആരോഗ്യം നോക്കുന്നില്ല എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ അവരുടെ കാര്യങ്ങളൊന്നും തുറന്ന് പറയുന്നതുമില്ല. ഇവിടെ ഗീത ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പം അനാരോഗ്യകരമായൊരു ഭക്ഷണ രീതി ആയിരുന്നു എന്നുള്ളത് ആ വീട്ടിലുള്ളവർ വാസ്തവത്തിൽ തിരിച്ചറിയുന്നില്ല. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും പരാജയപ്പെടുന്നത്.